ഒരു എന്റർപ്രണർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട 9 ഗുണങ്ങൾ ഏതൊരു എന്റർപ്രണറിനും അനിവാര്യമായ 9 ഗുണങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഈ ഗുണങ്ങൾ ഇല്ലെങ്കിൽ അധിക കാലം നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ സംരംഭം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഏതാണെന്ന് കൃത്യമായി അറിയുകയും ഇല്ലാത്തവ സാംശീകരിക്കുകയും ഉള്ളവയെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു എന്റർപ്രണർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് സക്സസ് ആകാൻ വേണ്ടി കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി എന്നതാണ്. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റിന് അനുസരിച്ച്, നമുക്ക് മാർക്കറ്റിലെ ചേഞ്ചസിനനുസരിച്ച്, ഡെവലപ്മെന്റ്സിനനുസരിച്ച് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ അതിനനുസരിച്ച് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയണം. നമ്മളിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയണം. ഉദാഹരണത്തിന് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ആ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിന്റെ സാധ്യതകളെ നമ്മുടെ ബിസിനസ്സിനകത്ത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. ഓപ്പറേഷൻസ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, സെയിൽസ് എല്ലാ മേഖലയ്ക്കകത്തും. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണിത്. മാർക്കറ്റിങ്ങിൽ പുതിയ ടെക്നോളജി വരുന്നുണ്ട്, സെയിൽസിനകത്ത് പുതിയ ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. ഇതിനെ എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിയും? ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് അനുസരിച്ച് മാർക്കറ്റിൽ ട്രെൻഡ്സിൽ, ബിഹേവിയറിൽ, കസ്റ്റമർ ആറ്റിറ്റ്യൂഡിലൊക്കെ ഉണ്ടാവുന്ന ഈ ചേഞ്ചസിനനുസരിച്ച് എങ്ങനെ നിങ്ങളെ പരിവർത്തനം ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള കഴിവ്, ആ ഒരു അഡാപ്റ്റബിലിറ്റി, ചേഞ്ചസിനോട് പുറംതിരിഞ്ഞു നിൽക്കാതെ ചേഞ്ചസിനെ നേരിട്ട് ഫേസ് ചെയ്യാനും ഡെവലപ്മെന്റിനനുസരിച്ച് നമ്മളെ കൂടി പാകപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള കഴിവ് ഓരോ മൈക്രോ സംരംഭകനും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റിസൈലൻസ് എന്നാണ്. മാർക്കറ്റിനകത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ മാർക്കറ്റിനകത്ത് ഒരുപാട് ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. കസ്റ്റമേഴ്സിന്റെ പാറ്റേണിനകത്ത് ഡെവലപ്മെന്റ് വരുന്നുണ്ട്, കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റിനകത്ത് ഡെവലപ്മെന്റ് വരുന്നുണ്ട്, മാർക്കറ്റിലെ കോമ്പറ്റീറ്റേഴ്സ് പല കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ എപ്പോഴും ഒരു പടി പിന്നോട്ട് പോകാതെ എപ്പോഴും ഒരു പടി മുന്നിലായിരിക്കണം. ആഗിളായിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട്, മാർക്കറ്റിന് അനുസരിച്ച്, മാർക്കറ്റിലെ കസ്റ്റമർ ബിഹേവിയറിനനുസരിച്ച് നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു മൈക്രോ സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അതായത് എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി? എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ്സിനകത്തേക്ക് വരുന്ന ക്യാഷ്, ബിസിനസ്സിനകത്തേക്ക് വരുന്ന പുറത്തേക്ക് പോകുന്ന ക്യാഷ്, ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി കഴിയുക, ബാലൻസ് ഷീറ്റ് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്, മിനിമം ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതേപോലെ ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ, ഔട്ട് ഫ്ലോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള മിനിമം ധാരണയെങ്കിലും ഓരോ എന്റർപ്രണർക്കും ഉണ്ടായിരിക്കണം. അതായത് നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ എയിം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് കൃത്യമായി എത്തണമെങ്കിൽ എത്ര വരുമാനം നമുക്ക് കിട്ടണം, എങ്ങനെയായിരിക്കണം നമ്മുടെ ചെലവ്, അത് കൃത്യമായി അറിയാനും ഫിനാൻഷ്യൽ ടേംസ് മനസ്സിലാക്കാനും, ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുമ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ മനസ്സിലാക്കാനും അത് പ്രിപ്പയർ ചെയ്യാനും അതിനനുസരിച്ച് ബിസിനസ്സിനെ കൊണ്ടുപോകാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒട്ടുമിക്ക മൈക്രോ സംരംഭങ്ങളും പരാജയപ്പെടുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയാസം എന്ന് പറയുന്നത് ഈ പറയുന്ന ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിലാണ്. ടൈം മാനേജ്മെന്റിനുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അറിയില്ല എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളും കൃത്യസമയത്തിനകത്ത് തീർക്കുന്ന രൂപത്തിൽ, ഓരോ ഓപ്പറേഷൻസും ഓരോ പ്രോസസ്സും കൃത്യസമയത്ത് നടക്കുന്ന രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി കഴിയണം. ബിസിനസ്സിനകത്തേക്ക് നമ്മൾ എത്ര സമയം കൊടുക്കണം, ഓരോ ബിസിനസ്സിലെ ഓരോ ഏരിയക്കകത്തേക്ക് നമ്മൾ എത്ര സമയം കൊടുക്കണം, ഏത് സമയത്ത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഏത് സമയത്ത് അത് ഫിനിഷ് ചെയ്യണം എന്നൊക്കെയുള്ള കൃത്യമായ ടൈം മാനേജ്മെൻറ്റ് സ്റ്റാഫിനെ മാത്രമല്ല നമ്മളെ തന്നെയും കൃത്യമായ ടൈം മാനേജ്മെൻറ്റിനകത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. കസ്റ്റമർ ഫോക്കസ് ആയിരിക്കണം നമ്മുടെ ബിസിനസ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം കസ്റ്റമർ ഫോക്കസ് അല്ലാതെ വരുന്ന സമയത്ത് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റിനെ, കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസിനെ മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ അധികകാലം അതുപോലെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം എപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം. കസ്റ്റമർ എന്താഗ്രഹിക്കുന്നു, കസ്റ്റമർ എന്ത് പ്രതീക്ഷിക്കുന്നു, അതിനനുസരിച്ച് നമ്മളെയും നമ്മുടെ പ്രൊഡക്റ്റിനെയും ഡെവലപ്പ് ചെയ്യാൻ, നമ്മളെയും നമ്മുടെ പ്രൊഡക്റ്റിനെയും ചേഞ്ചസ് വരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നെറ്റ്വർക്കിംഗ് സ്കില്ല്. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് സമാന മേഖലയിലുള്ള മറ്റ് ഇതര കമ്പനികളുമായി, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് തരുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നവർ, അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പോലെയുള്ളവർ, അങ്ങനെയുള്ള നമ്മളുടെ ഇൻഡസ്ട്രീസിനകത്ത് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രീസിനകത്തുള്ള മറ്റുള്ള സംരംഭങ്ങളുമായൊക്കെ ഒരു നെറ്റ്വർക്കിംഗ് സാധ്യമാകുക. നമുക്ക് റോ മെറ്റീരിയൽസിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവാതിരിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ, നമുക്ക് സപ്ലൈക്കൊരു ട്രബിൾ അല്ലെങ്കിൽ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാവാതിരിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ നമ്മളുടെ നെറ്റ്വർക്കിംഗ്
വിപുലപ്പെടുത്തേണ്ടതുണ്ട്. നല്ല നെറ്റ്വർക്കിംഗ് സാധ്യമാക്കുന്ന മൈക്രോ സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിസന്ധിയിലേക്ക് സാധാരണഗതിയിൽ പോകാറില്ല. അതേപോലെ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കുക. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ, നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ, നമ്മളതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ, അഡ്വർടൈസിങ്ങിൻ്റെ കാര്യത്തിൽ, സെയിൽസിൻ്റെ കാര്യത്തിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കുക. മറ്റ് എല്ലാവരും ചെയ്യുന്ന രീതിയിൽ എന്ന് വ്യത്യസ്തമായി നമുക്കെന്ത് പുതിയത് ചെയ്യാൻ വേണ്ടി കഴിയും. എല്ലാവരും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ സമാനമായ ഒരു പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ നിങ്ങളും ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് വ്യത്യസ്തമായൊരു വാല്യൂ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും എന്ന് ചിന്തിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും പ്രൊഡക്റ്റ് പോലെ നിങ്ങളുടെ സമാനമായ അതേപോലത്തെ പ്രൊഡക്റ്റ് എല്ലാവരും മാർക്കറ്റിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എവിടെയൊക്കെ ക്രിയേറ്റിവിറ്റി സാധ്യമാകുമോ അതിനെക്കുറിച്ച് ചിന്തിച്ച്, കസ്റ്റമറുടെ ആഗ്രഹങ്ങളെക്കുറിച്ച്, നീഡ്സിനെ കുറിച്ച്, അവരുടെ പെയിൻ പോയിന്റ്സിനെ കുറിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് പരമാവധി ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റിസ്ക് മാനേജ്മെൻറ്റ്. ഒട്ടുമിക്ക മൈക്രോ സംരംഭങ്ങളും പരാജയപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത് എന്നുള്ളത് വളരെ ഖേദകരമായി ഞാൻ പറയട്ടെ. എന്തുകൊണ്ടെന്നാൽ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ആളുകൾക്ക്, നമ്മുടെ സംരംഭകർക്ക് അറിയില്ല എന്നുള്ളതാണ്. പല തരത്തിലുള്ള റിസ്ക് വരാം. മാർക്കറ്റ് റിസ്ക് വരാം, ഫിനാൻഷ്യൽ റിസ്ക് വരാം, കോമ്പറ്റീറ്റേഴ്സ് കൊണ്ടുവരുന്ന റിസ്ക് വരാം. അങ്ങനെ ഒത്തിരി തരത്തിലുള്ള ലീഗൽ റിസ്ക്, കംപ്ലൈൻസ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, അങ്ങനെ ഒത്തിരി റിസ്കുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പല തരത്തിൽ എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഭാഗമായ റിസ്ക് വരാം. മറ്റുള്ള കോവിഡ് പോലെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച അതിഭയങ്കരമായ ചില മഹാമാരികളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന റിസ്ക് വരാം. കോമ്പറ്റീറ്ററുടെ ഭാഗത്ത് നിന്ന് വരുന്ന റിസ്ക്. അങ്ങനെ പലതരത്തിലുള്ള റിസ്കുകളെ ഫേസ് ചെയ്താണ് ഒരു മൈക്രോ സംരംഭത്തിന്, ഏതൊരു സംരംഭത്തിനും മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ റിസ്കുകളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം. ഏതൊക്കെ തരത്തിലുള്ള റിസ്ക്കാണ് വരാൻ സാധ്യതയുള്ളത്, അങ്ങനെ ഒരു റിസ്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മളത് ഡീൽ ചെയ്യും. ഇൻ കേസ് നമുക്കൊരു ഷോർട്ടേജ് വരും നമ്മുടെ റോ മെറ്റീരിയൽസ്, സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകാം. അഗ്രികൾച്ചർ ഫീൽഡുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും ചില പ്രത്യേക സീസണുകളിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായി റോ മെറ്റീരിയൽസിന് വലിയ ഷോർട്ടേജ് വരാം. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ട് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് ആ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഒരു പ്ലാനിങ് നമുക്കുണ്ടാവണം. അതല്ലെങ്കിൽ ഇത്തരം റിസ്കുകളെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ സഹപ്രവർത്തകർക്ക്, സഹസംരംഭകർക്ക് ഇത് ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പുതുതായി ഇവിടെ ആഡ് ചെയ്യപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓരോ കമൻറ്റും ഞാൻ വ്യക്തിപരമായി നോക്കുകയും അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു എൻ്റർപ്രണർ എസെൻഷ്യൽ ആയിട്ടുള്ള സ്കില്ലിലേക്ക് നമുക്ക് കടക്കാം. ആ സ്കില്ല് മറ്റൊന്നുമല്ല, അത് ലീഡർഷിപ്പ് സ്കില്ലാണ്. അതായത് ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറയുന്ന സമയത്ത് എല്ലാ സംരംഭകർക്കും കൃത്യമായി ഒരു ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാവണം. നമ്മളെന്ന് പറയുന്നത് ഒരു ഡ്രൈവറാണ് എന്ന് നമ്മൾ കരുതണം, നമ്മൾ മനസ്സിലാക്കണം. ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണ്. അപ്പോൾ ഒരു ഡ്രൈവർ എങ്ങനെയാണോ ഒരു വാഹനം ഓടിക്കുന്നത്, ഉദാഹരണത്തിന് നിങ്ങളൊരു പൈലറ്റാണ് എന്ന് സങ്കല്പിക്കുക. ഒരു പൈലറ്റ് എങ്ങനെയാണ് ഒരു വിമാനം ഓടിക്കുന്നത്, അത് എത്ര ആറ്റിറ്റ്യൂഡിൽ യാത്ര ചെയ്യണം, എത്ര ഡിഗ്രി അത് ചെയ്യണം, എവിടെ വളയണം എന്നൊക്കെയുള്ള കൃത്യമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പൈലറ്റ് ഒരു എയ്റോപ്ലെയിൻ, ഒരു ഫ്ലൈറ്റ് ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അതേപോലെ വളരെ ഓരോ കാര്യങ്ങളും അടുത്ത ഒരു നിമിഷം ഒരു യാത്ര നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ യാത്ര തുടങ്ങുന്നതിന് മുൻപ് എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്നും എങ്ങനെ എത്തിച്ചേരണമെന്നും ഓരോ സമയത്തും എത്ര ഉയരത്തിൽ പറക്കണം, എത്ര ഡിഗ്രി ചെയ്യണം, എവിടെ വളയണം, എവിടെ ഇറക്കണം, എവിടെ സ്പീഡ് കൂട്ടണം, എവിടെ കുറയ്ക്കണം എന്ന് എല്ലാമുള്ള കാര്യങ്ങൾ ഒരു ഫ്ലൈറ്റിൻ്റെ ജേർണി ചാർട്ടിനകത്ത് പ്രിപ്പയർഡാണ്. അതിനനുസരിച്ച് മാത്രമാണ് അത് സഞ്ചരിക്കുന്നത്. അഥവാ ഏതെങ്കിലും ഘട്ടത്തിൽ വ്യത്യസ്തമായ ഒരു ഇൻഫർമേഷൻ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ATCയിൽ നിന്ന്, ബന്ധപ്പെട്ട ATCയിൽ നിന്ന്, എയർ ട്രാഫിക് കൺട്രോൾ ടെർമിനലിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ അതിനകത്ത് വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. അതും കൃത്യമായ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ മാത്രം. അപ്പോൾ അങ്ങനെ ഒരു പൈലറ്റ് എങ്ങനെയാണോ ഒരു ഫ്ലൈറ്റ് പറത്തുന്നത് അതേപോലെ സീരിയസ് ആയിട്ട് ഇതിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. നിങ്ങളുടെ ബിസിനസ് ഇവിടെ തുടങ്ങുന്ന സമയത്ത് ഇതെവിടെ എത്തണം, ഓരോ ഘട്ടത്തിലും എങ്ങനെ പോകണം, ഏതൊക്കെ തരത്തിലുള്ള റിസ്ക് വരാം, ആ റിസ്കിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കംപ്ലീറ്റ് പ്ലാനിനകത്തായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ പോകുന്ന ഒരു സംരംഭകനും
തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ പ്രയാസപ്പെടേണ്ടി വരില്ല. പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ വൈരികോ, ദിസ് ഈസ് സുഭാഷ് വിത്ത് യു, റൈറ്റ് ക്ലിക്ക് ഇൻസൈറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ്.